അമേരിക്കയുമായി ആണവ ചർച്ചകൾ ആരംഭിച്ചതിന് പിന്നാലെ ഇറാന്റെ അപ്രതീക്ഷിത നീക്കത്തിൽ അമ്പരന്ന് നിൽക്കുകയാണ് ലോകരാജ്യങ്ങൾ. ഹോർമുസ് കടലിടുക്കിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ട് സൈനികാഭ്യാസം നടത്തിയ ഇറാൻ ഒരാൾക്ക് മുന്നിലും തങ്ങൾ കീഴടങ്ങില്ല എന്ന സന്ദേശം തന്നെയാണ് നൽകുന്നത്. ജനീവയിലാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ നടക്കുന്നത്. ഒമാന്റെ മധ്യസ്ഥതയിൽ ഐക്യരാഷ്ട്രസഭയിലെ ഒമാനി അംബാസഡറുടെ വസതിയിലാണ് ചർച്ച. താൻ നേരിട്ടല്ലെങ്കിലും ചർച്ചയിൽ ഭാഗമാകുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഈ ചർച്ച തുടങ്ങിയ മണിക്കൂറുകൾക്കകമാണ് ഇറാന്റെ എലൈറ്റ് റവല്യൂഷണറി ഗാർഡുകൾ സൈനികാഭ്യാസം നടത്തിയത്. ഇറാനിൽ നിന്നും വിക്ഷേപിച്ച മിസൈലുകൾ ഹോർമുസ് കടലിടുക്കിൽ നിശ്ചയിച്ച ലക്ഷ്യങ്ങളിൽ തന്നെ കൃത്യമായി പതിച്ചെന്ന് ഇറാനിലെ ഔദ്യോഗിക മാധ്യമത്തെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. സൈനിക അഭ്യാസങ്ങളുടെ ഭാഗമായി ഇതുവഴിയുള്ള ജലപാതയുടെ ചില ഭാഗങ്ങൾ താൽക്കാലികമായി അടച്ചിടുകയും ചെയ്തു. ജനീവയിൽ നടക്കുന്ന നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നീക്കം നടത്തുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. അമേരിക്ക ആക്രമണം നടത്തിയാൽ ഹോർമുസ് കടലിടുക്ക് വഴി വാണിജ്യ കപ്പലുകളുടെ സഞ്ചാരം തടയുമെന്നും പ്രത്യാക്രമണം ശക്തമായി നടത്തുമെന്നുമാണ് ഇറാനും വ്യക്തമാക്കിയിരിക്കുന്നത്. മേഖലയിൽ യുദ്ധമോ ഏറ്റുമുട്ടലോ ഉണ്ടാകരുതെന്ന നിലപാടിലാണ് ഒമാൻ അടക്കമുള്ള രാജ്യങ്ങൾ. ചർച്ചകൾ ജനീവയിൽ പുരോഗമിക്കുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് വെല്ലുവിളിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തോള്ള അലി ഖമനേയി ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമെന്ന് അവകാശപ്പെടുന്ന അമേരിക്കൻ സേനയെ എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം തകർക്കാൻ ഇറാന് കഴിയുമെന്നാണ് ഖമനേയിയുടെ മുന്നറിയിപ്പ്. ട്രംപിന്റെ മുൻപത്തെ ചില പ്രസ്താവനകളെ ആയുധമാക്കിയാണ് ഖമനേയി എക്സിലൂടെ മറുപടി പറഞ്ഞത്. 47 വർഷമായി ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് ട്രംപ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതൊരു നല്ല കുറ്റസമ്മതമാണ്. ഇനിയും നിങ്ങൾക്കതിന് കഴിയില്ല എന്നും ഖമനേയി പറഞ്ഞു. ഇറാന് സമീപം അമേരിക്ക വിന്യസിച്ചിരിക്കുന്ന വമ്പൻ പടക്കപ്പലുകളെയും ഖമനേയി പരിഹസിച്ചു. യുദ്ധക്കപ്പലുകൾ അപകടകാരികളായിരിക്കാം, എന്നാൽ അവയെ കടലിന്റെ അടിത്തട്ടിലേക്ക് അയക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ അതിനേക്കാൾ അപകടകാരികളാണ് എന്നാണ് ഖമനേയി പറഞ്ഞത്. ഇപ്പോൾ USS എബ്രഹാം ലിങ്കൺ ഇറാന് തൊട്ടടുത്തുണ്ടെന്നും ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡ് ഉടൻ പശ്ചിമേഷ്യയിലേക്ക് എത്തുമെന്നും സാറ്റലൈറ്റ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അമേരിക്കൻ സൈനിക ശക്തിയെ പരിഹസിച്ചുകൊണ്ടായിരുന്നു ഖമനേയിയുടെ അടുത്ത പോസ്റ്റും വന്നത്. ലോകത്തിലെ 1-ാം നമ്പർ സൈന്യമെന്ന് ട്രംപ് ആവർത്തിച്ച് പറയുമ്പോഴും ഒരിക്കൽ പ്രഹരമേറ്റാൽ പിന്നീട് എഴുന്നേക്കാൻ പോലും കഴിയാത്ത വിധം അമേരിക്കൻ സൈന്യം തകർന്നു പോകുന്ന സമയം വരുമെന്ന് ഖമനേയി മുന്നറിയിപ്പ് നൽകി. അമേരിക്കയുടെ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ പോലെയുള്ള ആണവ വിരുദ്ധ നീക്കങ്ങളെ എന്ത് വില കൊടുത്തും ചെറുക്കുമെന്നാണ് ഇറാന്റെ നിലപാട്. ജനീവയിൽ നടക്കുന്ന ചർച്ചകൾ അല്പം കൂടി ക്രിയാത്മകമായിരുന്നു എന്നും പൊതുവായ ചില തത്വങ്ങളിൽ ധാരണയായെന്നും അബ്ബാസ് അരാക്ചി പറയുന്നു. എങ്കിലും ഉടൻ ഒരു കരാറിലെത്താൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നീക്കം നടത്തുമെന്ന സൂചന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിട്ടുണ്ട്. അതിന് മറുപടി എന്നോണമാണ് ഹോർമുസിലെ സൈനികാഭ്യാസം ഇറാൻ സംഘടിപ്പിക്കുന്നത്. ഇറാൻ അമേരിക്കയുമായി കരാറിലെത്താൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നാണ് ചർച്ചയ്ക്ക് മുൻപായി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. എന്നാൽ നേർ വിപരീതമാണ് ഖമനേയിയുടെ ഇപ്പോഴത്തെ നിലപാട്. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ നടത്തിയ പ്രസ്താവനയാണ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടുന്നത്. അമേരിക്ക ഇറാനെ ഭീഷണിപ്പെടുത്തിയും ഉപരോധത്തിലൂടെയും കീഴടക്കാമെന്ന് കരുതേണ്ടതില്ലെന്നും കൂടെ ഖമനേയി പറയുന്നുണ്ട്. അമേരിക്കയുടെ ഒരു ആക്രമണം ഉണ്ടായാൽ അത് ഇറാനെ മാത്രം ബാധിക്കുന്ന സംഭവമായി ഒതുങ്ങില്ലെന്നും അത് മിഡിൽ ഈസ്റ്റ് മുഴുവൻ ഉൾക്കൊള്ളുന്ന വലിയ യുദ്ധത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ടെന്നും ഖമനേയി മുന്നറിയിപ്പ് നൽകി. ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം തന്നെ വലിയ അപകട സാധ്യത സൃഷ്ടിക്കുന്നു എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. മൊത്തത്തിൽ അമേരിക്കൻ ഭീഷണികൾക്ക് ഇറാൻ ഒരിക്കലും വഴങ്ങില്ലെന്ന ശക്തമായ ഒരു സന്ദേശമാണ് ഖമനേയി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആക്രമണം ഉണ്ടായാൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും അത് മിഡിൽ ഈസ്റ്റിൽ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്നും പറയുകയാണ് ഇറാന്റെ പരമോന്നത നേതാവായ അയത്തോള്ള അലി ഖമനേയി.